സയൻസ്. അച്ചു ഡാർലിംഗ്. ഞാൻ ഫാമിലി ആയിട്ടാ. എന്താ ഇവിടെ? ഞാൻ ബാംഗ്ലൂർ പോകുന്നു. നമുക്കൊന്ന് കൂടാവെന്ന് പറഞ്ഞിട്ട്. അച്ചു ബിസി അല്ലേ? എന്നെ പോലത്തെ പാവങ്ങൾക്ക് എവിടെയാ സമയം? കൂടിയിട്ട് പോവാന്നേ. കീറട്ടെ? കീറ്, നമുക്ക് പോവാറി കൂടാം. കീറും. കുമരകം കീറണോ? ചുമ്മാ മനുഷ്യനെ വട്ടാക്കാതെ. കൂടിയിട്ടേ സയൻസ് പോകുന്നുള്ളൂ. അച്ചു, എനിക്കതിനു മുമ്പ് അച്ചുനൊന്ന് ഓഫീസിൽ കാണണം. സംതിങ് പ്രൊഫഷണൽ. നാളെ 11 മണിക്ക് പോര്. സോറി. ഹായ് റോസി, എത്ര നാളായി കണ്ടിട്ട്. ബൈ ദ വേ, മീറ്റ് മൈ ഹസ്ബൻഡ് അലക്സ്. ഹായ്, ഐ ആം അലക്സ് പോൾ, MD ഇന്ത്യാനെറ്റ് TV. ഹായ്, ഐ എം ഫൗസിയ ഹസൻ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. വെള്ളം വേണ ഇച്ചിരി. അലക്സ് കുഞ്ഞങ്ങ് കുടിച്ചോ. യെസ്, ഓപ്പറേഷൻ അച്ചു ഹണ്ട് ആദ്യ ഭാഗം സക്സസ്. ചൂണ്ടയിൽ അച്ചു കൊത്തി. ശേഷം ഭാഗം സ്ക്രീനിൽ. നിന്റെ ഫ്രോഡ് ബുദ്ധി അപാരം. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഫ്രോഡാണ് അല്ലേ? എന്നാ പിന്നെ ഈ ഡീൽ വേണ്ടെന്ന് വെച്ചാലോ? ഓ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ സയൻസ്. മോട്ടോർ സൈക്കിൾ ഡയറീസ് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. നീയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസിന്റെ അവതാരക. നാളെ ചാനൽ ഓഫീസിൽ നമ്മുടെ പ്രസന്റേഷൻ സക്സസ് ആയാൽ നമ്മുടെ രണ്ടുപേരുടെ ലൈഫാണ് മാറാൻ പോകുന്നത്. എന്റെ ജീവിതം പണ്ടേ മാറിയതാ. തമ്മിൽ അടിച്ചു പിരിഞ്ഞ പപ്പയും അമ്മയും 13-ാം വയസ്സിൽ ഡിവോഴ്സ് ചെയ്തവളാണ് ഈ സയൻസ്. അത് കഴിഞ്ഞാണ് ഞാൻ വയസ്സറിയിച്ചത്. സോറി, അറിയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വയസ്സറിഞ്ഞതെന്ന് വേണം പറയാൻ. അന്ന് മുതൽ ഇന്ന് വരെ ഈ സയൻസിനുണ്ടായ റിലേഷൻഷിപ്പുകളിൽ നിനക്ക് ഒരു പ്രത്യേകതയാണുള്ളത്. നീയാണ് ഇരട്ട സംഖ്യ തികച്ചവൻ. ഐ മീൻ 10ാമൻ. ദാറ്റ്സ് ഇറ്റ്. മോട്ടോർ സൈക്കിൾ ഡയറീസ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യാനെറ്റ് ചാനൽ അവതരിപ്പിക്കുന്ന ബൈക്ക് ട്രാവലോഗ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരതത്തിന്റെ ഹൃദയമെടുപ്പുകൾക്കായി കാതോർത്ത് ഒരു മോട്ടോർ സൈക്കിൾ യാത്ര. കൂടെ വന്ന് ആസ്വദിക്കൂ. എല്ലാ ദിവസവും രാത്രി 9:30. സർ, ട്രാവൽ, ടൂറിസം എന്നീ സെക്ടറുകളിൽ നിന്ന് വേണ്ടതിലധികം പരസ്യം നമുക്ക് കിട്ടും. ബൈക്കിൽ 5 ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് രാജീവിനുണ്ട്. ഇതൊരു 100% ഹിറ്റാണ് സർ. ഈ റിയാലിറ്റി സീരീസിന്റെ കാട്ടിയൊക്കെ ഭേദമാണ്. ജോൺ, ജയന്തി, ഗിവ് ഇറ്റ് എ ട്രൈ. ഒരു ചെത്ത ചെക്കനും അടിപൊളി പെണ്ണും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരേ ബൈക്കിൽ. മോട്ടോർ സൈക്കിൾ ഡയറി, ഒരു ബൈക്ക് ചുറ്റിക്കളി. നമ്മുടെ ടിവിയിൽ ഇത് ആദ്യമായിട്ടാണ്. വാ, നമുക്കൊന്ന് ചുമ്മാ ചുറ്റിയടിച്ചിട്ട് വരാം. മോട്ടോർ സൈക്കിൾ ഡയറീസ് വളരെ പുതുമയുള്ള ഒരു പരിപാടി തന്നെയാണ്. പുതുമയുള്ള ഏതിനെയും ജനം സ്വീകരിക്കും. പക്ഷെ സംഗതി ഇങ്ങനെ ഒരു ജയന്തി ജനതാ എക്സ്പ്രസിൽ കയറ്റി വിടണമെന്ന് മാത്രം. അച്ഛന്റെ കാശ് പോകണ്ടെങ്കിൽ. കാശ് പോകുന്ന കാര്യം മാത്രം പറയല്ലേ ജോണെ. സയൻസ് സർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. രാജീവ്, പ്ലീസ് കം. ബെസ്റ്റ് ജോഡി. മോട്ടോർ സൈക്കിൾ ഡയറീസ് നിങ്ങൾ കലക്കും. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം പ്രസന്റർ സയൻസ് ആണ്, ഫോർ ഷുവർ. നെക്സ്റ്റ് പ്രോഗ്രാമോ? അതേതാ? അത് വരും, വരാതെ എവിടെ പോകാനാ? എനിവേ, കീപ് ഇൻ ടച്ച്. ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. വി ഓൾ ഷുഡ് മീറ്റ് ഫോർ ഡിന്നർ അറ്റ് റീഎൻട്രി, റൈറ്റ്? താങ്ക് യു സർ. എനിക്കൊരു ലൈഫാണ് സാർ തരുന്നത്. താങ്ക് യു മാഡം. ഈ ജോലി എനിക്കൊരു പുതിയ ലൈഫാണ് തരുന്നത്. ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ നിങ്ങളുടെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻസ് മറച്ചുവെച്ചുകൊണ്ടുള്ള ഫേക്ക് ബയോഡേറ്റയാണിത്. നിങ്ങൾക്ക് പോകാം. സോറി മാം. സത്യം പറഞ്ഞാൽ ജീവിതം വല്ലാതെ വഴിമുട്ടിയപ്പോഴാണ് ഈ ബയോഡേറ്റ തിരുത്തിയത്. സോഫ്റ്റ്വെയറിലെ എക്സ്പീരിയൻസ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിൽ ആരും ജോലി തരില്ല. ഐ എം സോറി. കോൾ സെന്റർ ജോലിക്ക് നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ബയോഡേറ്റ തിരുത്താതെ ഇതുപോലുള്ള കാര്യം പറയണം. ഈ കാറിന്റെയും വീടിന്റെയും EMI, എൻ്റെ ഫാമിലി, ഇതൊക്കെ ഓർത്തപ്പോൾ മാം എനിക്ക് ഈ ജോലി അത്യാവശ്യമായിട്ട് വേണം.
ഐ എം ഫിറ്റ് ഫോർ ഇറ്റ്. ഒരു പരിധിവരെ എനിക്ക് അമേരിക്കൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. പ്ലീസ് ഗിവ് മി എ ചാൻസ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ആക്സന്റിന് ഞാനൊരു ടെസ്റ്റ് നടത്തും. നെറ്റിയിൽ ഈ മുറിവെങ്ങനെയുണ്ടായി? സത്യം പറഞ്ഞാൽ ഈ മുറിവ് വളരെ പേഴ്സണലാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. ഇല്ല, പറയാം. ആദ്യ പ്രണയത്തിൻ്റെ മായ്ക്കാനാവാത്ത മുദ്ര. ഫസ്റ്റ് ലവ്. വെരി ഗുഡ്. പറ. സേ ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ഓഫ് അമേരിക്കൻ ടങ്. Well, she was a basketball player. ശ്രീ, നിങ്ങളുടെ ഫസ്റ്റ് ലവ് നിങ്ങൾക്ക് ഈ ജോലി നേടി തന്നിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഈ ജോലി എനിക്കൊരു പുതിയ ലൈഫാണ് തരുന്നത്. ഞാനൊരു 20 വർഷം കഴിഞ്ഞ് ജനിച്ചാൽ മതിയായിരുന്നു. അതെന്നാ അങ്ങനെ പറഞ്ഞ? അതോ, ഇന്ന് നമ്മുടെ ഓഫീസിൽ ഒരു സയൻസും രാജീവ് വന്നു. ഇന്ത്യ മുഴുവൻ മോട്ടോർ സൈക്കിളിൽ ചുറ്റി സഞ്ചരിച്ച് ഒരു ട്രാവൽ ഷോ ചെയ്യാൻ, മോട്ടോർ സൈക്കിൾ ഡയറീസ്. അത് കൊള്ളാലോ. പക്ഷെ അതിനെന്നാത്തിനാ അച്ഛൻ 20 വർഷം കഴിഞ്ഞ് ജനിക്കുന്നത്? അല്ല, ഈ രാശിയും സയൻസും കല്യാണം കഴിച്ചവരാണോ? അല്ല, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. വി ലിവ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്കിടയിൽ ബന്ധങ്ങളേ ഉള്ളൂ, ബന്ധനങ്ങളില്ല. തുറന്ന വീട്. ഞാൻ കുറച്ചുകാലം സയൻസിന്റെ കൂടെ മുംബൈയിൽ താമസിച്ചു. ഇനി കുറച്ചുകാലം സയൻസിന്റെ കൂടെ ബാംഗ്ലൂരിലും. ദാറ്റ്സ് വണ്ടർഫുൾ. എൻ്റെ എടി, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കോള്, ജസ്റ്റ് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. Isn't that fantastic? എന്തോന്ന് ഫാന്റാസ്റ്റിക്? Only bonding, no bondage. നമ്മുടെ കാലത്തിൽ ഇതൊക്കെ പറഞ്ഞ മുക്കാലും കെട്ടിയിട്ടടിക്കും നാട്ടുകാർ. അതിപ്പോഴും അങ്ങനെ തന്നെ വേണം. ഒരു ലിവ് ഇൻ കപ്പിൾ. പിന്നെ കുടുംബത്തിൽ കേറ്റാവുന്നവരെ മാത്രമേ ചാനലിലും കാണിക്കാവൂ. അച്ഛന്റെ വായനോട്ടം ഇപ്പൊ വന്ന് ലിവ് ഇൻ കപ്പിൾ വരെ എത്തിയല്ലേ? എല്ലാം കൂടി ഞാനൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. നോക്കിക്കോ. What was that for? അതെ, 20 വർഷം മുമ്പ് ജനിച്ചു പോയ വിഷമം ഇനി വേണ്ട കേട്ടോ. അച്ഛന്റെ മോള് കൃത്യസമയത്തിനാ ജനിച്ചിരിക്കുന്നത്. ഈ കണക്കിന് പോയാലേ ഒരു ലിവിൻ ചെറുക്കനെ അവള് തന്നെ കണ്ടുപിടിക്കുന്ന ലക്ഷണ. അയ്യോ, ചങ്കി കുത്തുന്ന വർത്താനം പറയാതെടി. എന്നാ പറ്റി? എനിക്കറിയാൻ മേല. കളിക്കാത്ത സമയത്തെല്ലാം ചാറ്റിംഗ്. സ്മാർട്ട് ഫോൺ ഒന്ന് സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ? എപ്പോ നോക്കിയാലും അത് കെട്ടിപ്പിടിച്ചാ കിടപ്പ്. ഇന്നതെ കുരിയറിൽ വേറൊരു സമ്മാനം. മുൻ ടെന്നീസ് താരം മാർട്ടിന നവ്രാറ്റിലോയുടെ ബീങ് മൈസെൽഫ് ഓട്ടോബയോഗ്രഫി. ഞാനത് പണ്ടേ വാങ്ങിച്ചു കൊടുത്തതാ. അന്നത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇപ്പൊ ഏതോ ചാറ്റ് ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോ വായനയോടെ വായന. എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, ചാറ്റാനും അറിയത്തില്ല. അരെ, നീ വിചാരിക്കുന്ന പോലെ വായി നോക്കാനല്ല ചാറ്റിംഗ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാലേ നമുക്ക് പിള്ളേരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വായി നോക്കാൻ മാത്രം ചാറ്റിംഗ് ഉപയോഗിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാവോ? ഞാൻ ക്ലൂ തരാം. ഒരു പെൺകൊച്ചിന്റെ അമ്മയാണ് നീ. യു ഷുഡ് ബി നോയിങ് ഹർ വെരി വെൽ. എനിക്ക് അഞ്ജുവിന്റെ മുറി പോയി ഒളിഞ്ഞു നോക്കാൻ നോക്കുമോ? ചെല്ല അഞ്ജു ഉറങ്ങിയോ നോക്ക്.